സ്റ്റാർട്ടപ്പ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ LP UP സിലബസ് പ്രകാരമുള്ള നോട്ട്സുകളാണ് നോക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വൈകുണ്ഠ സ്വാമികളെക്കുറിച്ച് പഠിച്ചായിരുന്നു. അതിൻ്റെ രണ്ടാമത്തെ ആൾ ഇപ്പോൾ ചട്ടമ്പി സ്വാമികളെക്കുറിച്ചുള്ള നോട്ട്സുകളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചട്ടമ്പി സ്വാമിയുടെ ജനനം 1753 ഓഗസ്റ്റ് 25-നായിരുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേരാണ് വാസുദേവൻ നമ്പൂതിരി, അമ്മ നങ്ങമപ്പിള്ള. ജന്മസ്ഥലം കണ്ണൻമൂടിയിലുള്ള കുണ്ടൂർ എന്ന സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ ജനനം. അപ്പോൾ അദ്ദേഹം ജനിച്ചത് 1753 ഓഗസ്റ്റ് 25-ന്. അച്ഛൻ്റെ പേര് വാസുദേവൻ നമ്പൂതിരി, അമ്മ നങ്ങമപ്പിള്ള. അവരുടെ ഭവനം ഉള്ളൂർക്കോട് വീടാണ്. ആദ്യകാല ഗുരു പേട്ടയിൽ രാമൻപിള്ള ആശാൻ ആണ്. അപ്പോൾ ഈ ചട്ടമ്പി സ്വാമികൾക്ക് യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നാണ്. ചട്ടമ്പി സ്വാമി എന്ന് പേര് വരാൻ കാരണം രാമൻപിള്ള ആശാൻ്റെ കുടിപ്പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന സമയത്ത് ക്ലാസ് ലീഡർ എന്ന അർത്ഥത്തിൽ ആശാൻ ചട്ടമ്പി എന്നായിരുന്നു അദ്ദേഹത്തെ വിളിച്ചത്. അങ്ങനെയാണ് പിന്നീട് ഇദ്ദേഹത്തിന് ചട്ടമ്പി സ്വാമി എന്ന പേര് വന്നത്. അപ്പം ജനനം 1753 ഓഗസ്റ്റ് 25-ന്. അച്ഛൻ്റെ പേര് വാസുദേവൻ നമ്പൂതിരി, അമ്മ നങ്ങമപ്പിള്ള. ആദ്യകാല ഗുരു പേട്ടയിൽ രാമൻപിള്ള ആശാൻ. ഇദ്ദേഹത്തിൻ്റെ ഭവനം ഉള്ളൂർക്കോട് വീടാണ്. ജന്മസ്ഥലം കണ്ണൻമൂരിലെ കൊല്ലൂരാണ്. അപ്പം അദ്ദേഹം ജനിച്ചത് കണ്ണൻമൂല കൊല്ലൂരാണ് ജനിച്ചത്. ഇനി ഇദ്ദേഹത്തിൻ്റെ ഗുരു തൈക്കാട് അയ്യ സ്വാമികളാണ്. തൈക്കാട് അയ്യയെക്കുറിച്ച് നമ്മൾ പഠിച്ചായിരുന്നല്ലേ. വൈകുണ്ഠ സ്വാമിയുടെ ശിഷ്യനായിരുന്നു, പ്രധാന ശിഷ്യനായിരുന്നു തൈക്കാട് അയ്യ. തൈക്കാട് അയ്യയുടെ പ്രധാന ശിഷ്യന്മാരാണ് ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമി, അയ്യങ്കാളി. നമ്മൾ ഇപ്പോൾ പഠിക്കുന്ന ചട്ടമ്പി സ്വാമിയെക്കുറിച്ചാണ്. ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ചും അയ്യങ്കാളിയെക്കുറിച്ചും നമ്മൾ പിന്നെ പഠിക്കുന്നതായിരിക്കും. സംസ്കൃതത്തിലും വേദോപനിഷത്തുകളിലും യോഗവിദ്യയിലും ചട്ടമ്പി സ്വാമിയുടെ ഗുരു സുബചിടപാടികളാണ്. ചട്ടമ്പി സ്വാമികളെ തമിഴ് വേദാന്ത ശാസ്ത്രം അഭ്യസിപ്പിച്ച ഗുരുവാണ് സ്വാമിനാഥ ദേശികർ. ചട്ടമ്പി സ്വാമിക്ക് വിദ്യാധിരാജ എന്ന പേര് നൽകിയത് എട്ടരയോഗമാണ്. അദ്ദേഹം തിരുവനന്തപുരത്തെ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. അപ്പോൾ ഏതാണ് സംസ്കൃതത്തിലും വേദോപനിഷത്തിലും യോഗവിദ്യയിലും ചട്ടമ്പി സ്വാമിയുടെ ഗുരുവാണ് സുബചിടപാടികൾ. സുബചിടപാടികൾ ഏതൊക്കെയായിരുന്നു? സംസ്കൃതം, വേദോപനിഷത്ത്, യോഗവിദ്യ. സ്വാമിനാഥ ദേശികൾ ഏതിനാണ്? തമിഴ് വേദാന്ത ശാസ്ത്രത്തെ അഭ്യസിപ്പിച്ച ഗുരുവാണ് സ്വാമിനാഥ ദേശികർ. സുബചിടപാടികൾ സംസ്കൃതം, വേദോപനിഷത്ത്, യോഗവിദ്യ. സ്വാമിനാഥ ദേശികർ തമിഴ് വേദാന്ത ശാസ്ത്രം അഭ്യസിപ്പിച്ച ഗുരുവാണ്. എട്ടരയോഗമാണ് വിദ്യാധിരാജ എന്ന പേര് ചട്ടമ്പി സ്വാമിക്ക് നൽകിയത്. ചട്ടമ്പി സ്വാമി എന്നുള്ള പേര് വന്നത് എങ്ങനെയാണ്? അതായത് അദ്ദേഹത്തിൻ്റെ ഗുരുകുലത്തിൽ എന്ത് ചെയ്തു? പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ലീഡർ എന്ന അർത്ഥത്തിൽ രാമൻപിള്ള ആശാൻ വിളിച്ച പേരായിരുന്നു ചട്ടമ്പി. അതിനുശേഷമാണ് അദ്ദേഹത്തിന് ചട്ടമ്പി സ്വാമി എന്ന പേര് വന്നത്. ഇദ്ദേഹം തിരുവനന്തപുരത്തെ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച നവോത്ഥാന നായകൻ കൂടിയാണ്. ഇനി ചട്ടമ്പി സ്വാമിക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലമാണ് വടിവീശ്വരം. വടിവീശ്വരം എന്നാണ് ചട്ടമ്പി സ്വാമിക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം. ചട്ടമ്പി സ്വാമിയെ ഷൺമുഖദാസൻ എന്ന് വിളിച്ചത് തൈക്കാട് അയ്യാണ്. തൈക്കാട് അയ്യ ആരായിരുന്നു? ചട്ടമ്പി സ്വാമിയുടെ ഗുരുവായിരുന്നു. അപ്പോൾ ചട്ടമ്പി സ്വാമിയെ ഷൺമുഖദാസൻ എന്ന് വിളിച്ച സാമൂഹിക പരിഷ്കർത്താവ് തൈക്കാട് അയ്യ. മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് പറഞ്ഞത് സ്വാമി വിവേകാനന്ദനാണ്. ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണ്. അപ്പം മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് പറഞ്ഞത് സ്വാമി വിവേകാനന്ദനാണ്. ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ചട്ടമ്പി സ്വാമികളെക്കുറിച്ച്. ക്രിസ്തുമത നിരൂപണം അല്ലെങ്കിൽ ക്രിസ്തുമത ഛേദനം രചിച്ചത് ചട്ടമ്പി സ്വാമിയാണ്. ചട്ടമ്പി സ്വാമിയെ ആദരിച്ച് ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് നവമഞ്ചരി. അപ്പം നവമഞ്ചരി എന്താണ്? ചട്ടമ്പി സ്വാമിയെ ആദരിച്ച് ശ്രീനാരായണ ഗുരു രചിച്ച കൃതി. ചട്ടമ്പി സ്വാമിയുടെ പ്രധാന ശിഷ്യനാണ് ബോധേശ്വരൻ. ബോധേശ്വരൻ ആരാണ്? ചട്ടമ്പി സ്വാമിയുടെ പ്രധാന ശിഷ്യൻ. ഇദ്ദേഹം സമാധിയായത് 1924 മെയ് 5-നാണ്. ചട്ടമ്പി സ്വാമി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പത്മനിലാണ്. ചട്ടമ്പി സ്വാമിയുടെ സമാധി സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ചേർന്ന് സ്ഥാപിച്ച ക്ഷേത്രമാണ് ബാലഭട്ടാരക ക്ഷേത്രം. അപ്പോൾ എന്താണ്? ബോധേശ്വരൻ ആരാണ്? ചട്ടമ്പി സ്വാമിയുടെ പ്രധാന ശിഷ്യനാണ്. അദ്ദേഹം സമാധിയായത് 1924 മെയ് 5. അദ്ദേഹത്തിൻ്റെ സ്മാരകം, ചട്ടമ്പി സ്വാമിയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്ന പത്മനയിലാണ്. ചട്ടമ്പി സ്വാമിയുടെ സമാധി സ്ഥലത്ത് ശിഷ്യന്മാർ ചേർന്ന് സ്ഥാപിച്ച ക്ഷേത്രമാണ് ബാലഭട്ടാരക ക്ഷേത്രം. ഇനി നമ്മൾ പറഞ്ഞായിരുന്നു ചട്ടമ്പി സ്വാമിയുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നാണെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഇദ്ദേഹത്തിൻ്റെ അറിയപ്പെടുന്ന പേരുകൾ നമുക്ക് പറയാം. അയ്യപ്പൻ എന്നാണ് യഥാർത്ഥ പേര്. പിന്നെ കുഞ്ഞൻപിള്ള എന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ബാല്യകാല നാമമാണ് കുഞ്ഞൻപിള്ള. പിന്നെ ഷൺമുഖദാസനുണ്ട്. അത് തൈക്കാട് അയ്യ ഇട്ട പേരാണ് ഷൺമുഖദാസൻ. സർവ്വവിദ്യാധിരാജ അത് എട്ടരയോഗം ഇട്ടതാണ്. പിന്നെ ശ്രീ ബാലഭട്ടാരകൻ, കാഷായം ധരിക്കാത്ത സന്യാസി, കാവ്യവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി, ഇങ്ങനെ പല പേരുകളിൽ ഇദ്ദേഹത്തെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ പേരുകൾ ഏതൊക്കെയാണ്? അയ്യപ്പൻ,
കുഞ്ഞൻപിള്ള, ഷൺമുഖദാസൻ, സർവ്വവിദ്യാധിരാജ, ശ്രീ ഭട്ടാരകൻ, ശ്രീ ബാലഭട്ടാരകൻ, കാഷായം ധരിക്കാത്ത സന്യാസി, കാവ്യവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി. ഇത്രയും പേരുകളുണ്ട്. അയ്യപ്പൻ എന്നുള്ളത് യഥാർത്ഥ പേര്, കുഞ്ഞൻപിള്ള എന്നുള്ളത് ബാല്യകാല നാമം, ഷൺമുഖദാസൻ എന്നുള്ളത് തൈക്കാട് അയ്യേട്ടതാണ്. തൈക്കാട് അയ്യ ആരായിരുന്നു? അദ്ദേഹത്തിൻ്റെ ഗുരുവായിരുന്നു. സർവ്വവിദ്യാധിരാജ എട്ടരയോഗട്ടാണ്. ശ്രീ ഭട്ടാരകൻ, ശ്രീ ഭട്ടാരകൻ, കാഷായം ധരിക്കാത്ത സന്യാസി, കാവ്യവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി. ഇത്രയുമാണ് ഈ പേരുകളാണ് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത്. പ്രധാന കൃതികൾ ഏതാണ്? അദ്വൈത ചിന്താ പദ്ധതി, കേരളത്തിലെ ദേശനാമങ്ങൾ, ആദിഭാഷ, അദ്വൈതവരം, മോക്ഷപ്രതീക ഖണ്ഡനം, ജീവകാരുണ്യ നിരൂപണം, പുനർജന്മ നിരൂപണം, നിജാനന്ദ വിലാസം, വേദാധികാര നിരൂപണം, വേദാന്തസാരം, പ്രാചീന മലയാളം, അദ്വൈത പഞ്ചരം, സർവമത സാമരസ്യം, പരമഭട്ടാര ദർശനം, ബ്രഹ്മത്ത് നിർഭാസം. ഇത്രയുമാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ. ചട്ടമ്പിസ്വാമികളുള്ള ആദരസൂചകമായി ഇന്ത്യൻ തപാൽ വകുപ്പ് സ്റ്റാമ്പ് ഇറക്കിയത് 2014 ഏപ്രിൽ 30-നാണ്. ഇദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ഓഗസ്റ്റ് 25-ന് ജീവകാരുണ്യ ദിനമായിട്ട് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതിയായ പ്രാചീന മലയാളത്തെക്കുറിച്ച് പറഞ്ഞായിരുന്നു. പ്രാചീന മലയാളം പ്രാചീന കേരളത്തിൽ നിലനിന്നിരുന്ന ജാതിരഹിതമായ ആദ്യ സമൂഹത്തിൻ്റെ ചരിത്രം അനാവരണം ചെയ്തുകൊണ്ട് ചട്ടമ്പിസ്വാമി രചിച്ച പുസ്തകമാണ് പ്രാചീന മലയാളം. പ്രാചീന മലയാളം എന്താണ്? അതായത് ചട്ടമ്പിസ്വാമി രചിച്ച പ്രാചീന കാലത്തിൽ നിലനിന്നിരുന്ന ജാതിരഹിത ആദ്യ സമൂഹത്തിൻ്റെ ചരിത്രമാണ് പ്രാചീന മലയാളം. ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കൃതിയാണ് പ്രാചീന മലയാളം. പരശുരാമൻ്റെ കേരള സൃഷ്ടി ബ്രാഹ്മണർക്ക് വേണ്ടി മാത്രമായിരുന്നു എന്ന വാദത്തെ എതിർത്ത കൃതി കൂടിയാണ് ഈ പ്രാചീന മലയാളം. ഇനി 1882 ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമി കണ്ടുമുട്ടിയ വർഷമാണ്. 1892 വിവേകാനന്ദനും ചട്ടമ്പിസ്വാമിയും കണ്ടുമുട്ടിയ വർഷമാണ്. അപ്പോൾ ഇതിനകത്ത് പ്രധാന വർഷങ്ങൾ എന്ന് വെച്ചാൽ 1853 ഓഗസ്റ്റ് 25-ന് ഇദ്ദേഹം ജനിച്ചു. 1924 മെയ് 5-ന് ഇദ്ദേഹം മരണപ്പെട്ടു. 1882 ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടി. 1892 വിവേകാനന്ദനെ കണ്ടുമുട്ടി. പിന്നെ 2014 ഏപ്രിൽ 30 ഇന്ത്യൻ തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കി. ഇത്രയുമാണ് പ്രധാന വർഷങ്ങളായിട്ടുള്ളത്. അപ്പോൾ നാളെ മറ്റൊരു ക്ലാസ്സുമായിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.